വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു സാറ്റർഡേ ആണ് കേട്ടോ, വീക്കെൻഡാണ്. നമുക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ബട്ട് അതിനു മുന്നേ ഫസ്റ്റ് തിങ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ജിമ്മിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ബിക്കോസ് ആദ്യം തന്നെ വർക്കൗട്ട് അങ്ങോട്ട് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദിവസം ഫുള്ളും അയ്യോ വർക്കൗട്ട് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു പ്രഷറോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല. സോ ഫുള്ള് എനർജൈസ്ഡ് ആയിട്ട് ബോഡി അങ്ങോട്ട് പോയിക്കോളും. ഇത് നമ്മളൊരു ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് എടുത്തതാണ് കേട്ടോ. എന്നും വർക്കൗട്ട് ചെയ്യാം, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം എന്നുള്ളത്. അത് കുറേയൊക്കെ നമ്മൾ ചെയ്തിട്ടുമുണ്ട് കേട്ടോ ന്യൂ ഇയർ തുടങ്ങിയതിന് ശേഷം. ഇന്ന് ഞങ്ങളുടെ ആശാനില്ല, റോണി വേറൊരു ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇന്ന് രാവിലെ ഉണ്ടായില്ല. അപ്പം ഞാനും വൈഷുവും വിചാരിച്ചു ഞങ്ങൾ വന്നിട്ട് വർക്കൗട്ട് ചെയ്യാമെന്ന്. വൈഷുവിന് ഇത് കഴിഞ്ഞിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പോകണം കേട്ടോ. എനിക്കാണെങ്കിൽ വീട്ടിൽ ഇന്ന് പിജിയൻ നെറ്റിടാൻ, ബാൽക്കണിയിലെ പിജിയൻ നെറ്റിടാൻ ആൾക്കാർ വരുന്നുണ്ട്. ഭയങ്കര ശല്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ വിറ്റകളെയും കൊണ്ട്. ആണെങ്കിൽ നമുക്ക് പിജിയൻസ് കയറുന്നതിൻ്റെ ബുദ്ധിമുട്ട് കാരണം പിജിയൻ നെറ്റ് ഇടാനുള്ള തീരുമാനത്തിലെത്തി ഞാനും വൈഷുവും. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവറ്റകൾ ഇവിടെയൊക്കെ വൃത്തിയോടാക്കി വെക്കണു. അപ്പോൾ നോക്കി ഇതൊക്കെ ഇത് ഇങ്ങനെ കാഷ്ടിച്ച് വെക്കുക, ഇരിക്കുന്നിടം കാഷ്ടിക്കണ ഈ ജന്തുക്കളെ. എനിക്ക് സഹതാപമൊക്കെ തോന്നി. അവർ മുട്ടയിട്ടൊക്കെ വെച്ചിട്ട് അമ്മയാണല്ലോ അതിന് എൻ്റെ മെയ്ഡ് മറ്റേ അരിയും സാമാനങ്ങളൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ ഇവറ്റകൾ ഒരു രക്ഷയില്ല കേട്ടോ. കുറച്ച് നാൾ മുന്നേ ഒരു പിജിയൻ വന്ന് ഇവിടെ മുട്ടയിട്ടു. അങ്ങനെയാണ് അത് തുടങ്ങണേ. ആ മുട്ട വിരിഞ്ഞു, അവറ്റകൾ പറന്ന് പോയിട്ടും പിന്നെയും ഇവർ തിരിച്ചു വരികയാണ് ഇവിടെ ബാൽക്കണി വൃത്തിയേടാക്കാൻ. ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിജിൻസ് കാരണം അലർജി വരുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ആസ്മയൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന്. സോ അതിനൊരു റിസ്ക് എടുക്കാൻ നിൽക്കണില്ല. അതിനു മുന്നേ ഞങ്ങൾ ഓർത്തു എന്നാ പിന്നെ നെറ്റ് ഇട്ടേക്കാന്ന്. ഇടാനും പിന്നെ ആ നെറ്റ് ഇടാനുള്ള ഹുക്ക് ഇടാൻ മുകളിൽ കയറണം. അതേ പുള്ളി ഹാർനസ് ഒക്കെ ഇട്ട് റെഡിയായി നിൽക്കാനുണ്ട്. എനിക്കെന്തോ കണ്ടിട്ട് പേടിയാവണോ. ഞാൻ ചോദിച്ചു ഭയങ്കര സേഫ് ഒക്കെ അല്ലേ എന്നുള്ളത്. പക്ഷെ അതേ അവർ പറയണ്ടേ ഭയങ്കര സേഫ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരു ബുദ്ധിമുട്ട്. എനിക്കാണെങ്കിൽ ജിമ്മിൽ നിന്ന് വന്നിട്ട് നല്ല വിശപ്പുണ്ട് കേട്ടോ. പക്ഷെ ഇവരുടെ കാര്യം നോക്കുകയും വേണം. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഞാൻ നടുക്ക് സ്റ്റക്കാണ്. ഇവിടെ കുരങ്ങന്മാരും വരാറുണ്ട് കേട്ടോ. സോ അതിൻ്റെയും കൂടി ഒരു സേഫ്റ്റി നെറ്റാണിത്. ഇത് റിസ്ക് ആയിട്ടല്ലേ പുള്ളി അത് ചെയ്യണേ. കണ്ടിട്ട് പേടിയാവണം എനിക്ക്. അവരുടെ പണിയെടുക്കുന്ന സമയത്ത് നമ്മളുടെ ഓവനായിട്ട് ഓട്സ് കഴിക്കാം. ഇതിൽ സ്ട്രോബെറി ഇട്ടിട്ടുണ്ട്, സീസണൽ ആയതുകൊണ്ട്. പിന്നെ പഴമുണ്ട്. രസമല്ലേ കാണാൻ. ചേട്ടൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് എന്നാണോ ഇറങ്ങുക? ചേട്ടാ മതി. ഓ ആരാ? ബാഡ്മിൻ്റൺ ആയി കഴിഞ്ഞ് ആശാൻ എത്തിയപ്പോഴത്തേക്കും പറഞ്ഞു നല്ലോണം വിശക്കണമെന്ന്. അപ്പം നമ്മൾ ഓർത്തൊരു ബ്രഞ്ച് കഴിച്ചിട്ട് വരാമെന്ന് പുറത്ത് പോയിട്ട് റീമ റോണിയും വരുന്നുണ്ട് നമ്മളുടെ കൂടെ. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് അടുത്ത് നമ്മുടെ കൃഷ്ണകുട്ടിയെ പോയിട്ടുള്ള ബ്രഞ്ച് കഴിക്കാം. എൻ്റെ പിന്നാലെ നടന്ന് വീഡിയോ എടുക്കാം. ഞാൻ നല്ല പാപ്പരാസിയാണ്. ഒരു നിമിഷത്തേക്ക് ഇതൊക്കെ ഓഫായി പോയിട്ടോ. B1 പൊൻ 1 നമ്മളുടെ ഒരു യൂഷ്വൽ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ, ബ്രഞ്ചാണ്. ഇത് ഞങ്ങളുടെ ഒരു വീക്കെൻഡ് റിച്വലാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ രാവിലെ വീക്കെൻഡ്സിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കാറുണ്ട്. ഇവിടുന്ന് തന്നെ. ഇവിടെ ഒത്തൻറ്റിക് കർണാടക ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസും ലഞ്ചും ഒക്കെയാണ് കിട്ടുക. അപ്പോൾ അതൊക്കെ കഴിച്ച് റോണീൻ്റെ ക്ലാസ്സിലെ വിശേഷങ്ങളും ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ നമ്മൾക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട ദിവസമാണ്. അപ്പം നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തുടങ്ങാം. ഞാൻ പറഞ്ഞത് തൈര് വടയാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ച് വീട്ടിലെത്തി. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുണ്ട്. എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ വഴിയേ പറയാം കേട്ടോ. ഇപ്പം എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് ഡ്രസ്സ് ചെയ്ത് നേരെ പുറത്തേക്ക്. ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ആലോചിക്കണേ ഈ ഒരു പണി ബാക്കിയാണല്ലോ എന്ന്. കാരണം അവരുടെ പണി കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വാക്യൂം ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കിത് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ആദ്യം നമ്മൾ റീമയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോണേ. ഒരാവശ്യം ഉണ്ടായിരുന്നു. ഞാനും വൈഷ്ണവും കൂടി ഇതേ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പോയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ രാവിലെ ഫുള്ള് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പോയി വന്നു. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായില്ല, വെറുതെ വീട്ടിൽ കിടക്കുമായിരുന്നു. കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമ്മൾ റീമയുടെ വീട്ടിൽ വന്ന് മിഷി നമ്മുടെ ഫ്രണ്ട് നമുക്ക് വേണ്ടി ഷിർഡിന്ന് കുറച്ച് പ്രസാദമൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് ഇവളുടെ അടുത്താണ് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ. പിന്നെ നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞു. ഹലോ ഹായ് പൊന്നു ഉണ്ടടി തക്കടു ഉണ്ട് പൊന്നി എൻ്റെ പൊന്നോടടി. അപ്പോൾ ദേ ഇതാണ് പ്രസാദം. കാണിക്കാഞ്ഞോ? പ്രസാദം കഴിക്കുകയാണ്.
ഷിർഡി പ്രസാദ്. നമുക്ക് ഷുഗർലെസ് ആയതുകൊണ്ട് എനിക്കും വൈഷനും, ഞങ്ങൾ ഷുഗർ അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് എനിക്കും വൈഷനും ഷുഗർലെസ് ആണ് കൊണ്ടുവന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ഈ പ്രസാദങ്ങളൊക്കെ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക. ചെടികൾക്കിടയില് ഹായ് ചക്കരേ. ഇവിടെ ഒരാളും കൊണ്ട് ഇരിപ്പുണ്ട്, ഡോറാച്ചി. ബൈ, ടാറ്റാ, പോയിട്ട് വരണം. ഓക്കെ, വൈകിട്ട് കാണാം. ഗൈസ്, വീണ്ടും ഹലോ ഗൈസ്. അപ്പോൾ ഇപ്പം നമ്മളിതേ പോകുന്നത് നമ്മുടെ സ്കിൻ ക്ലിനിക്കിലേക്കാണ് പോകുന്നത്. ഞാൻ തോൽക്കില്ല എന്നും പറഞ്ഞിട്ട് എൻ്റെ ഈ ഫേഷ്യൽ ഹെയറിൻ്റെ കാര്യം ഒന്നുകൂടി ഒരു കൺസൾട്ടേഷന് പോവാണ്. നമ്മളുടെ ഇവിടെ വീട്ടിൽ നിന്നൊരു ഹാഫ് ആൻ അവർ ഒന്ന് കുളിക്കാണ്ടിരിക്കുമോ? ഹാഫ് ആൻ അവർ എവേ ആണ് നമ്മളുടെ ക്ലിനിക്ക്. അപ്പോൾ നമ്മളിത് ഇറങ്ങി. അപ്പോൾ നമ്മൾ 2 മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ് എടുത്തിരുന്നത്. ആസ് യൂഷ്വൽ നമ്മൾ കുറച്ച് ലേറ്റായി, കൂടുതലല്ല കുറച്ച് ലേറ്റായി, ഒരു 2:15. അപ്പോൾ 2:15 നമ്മൾ ലേറ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ്സ് അത് എൻ്റെ ഫേഷ്യൽ ഹെയറിൻ്റെ ലേസർ ഹെയർ റിഡക്ഷൻ്റെയും പിന്നെ എനിക്ക് കുറച്ച് ഫേഷ്യലും അതൊക്കെ അതിൻ്റെ കാര്യം അന്വേഷിക്കാനും അറിയാനും ഒക്കെയാണ് ഫസ്റ്റ്. അങ്ങനെയാണ് പോണേ. രണ്ടാമത് നമ്മളൊരു ലഞ്ചിന് പോകുന്നുണ്ട്. സോ ഇന്നലെ വാലന്റൈൻസ് ഡേ ആയിരുന്നല്ലോ, 14th ഫ്രൈഡേ. ചേട്ടാ അയാളും ഇപ്പം നമ്മുടെ കൂടെ വന്നു കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ അതിന് നമ്മൾ ഇന്നലെ ഒന്നും പോകാം, കാരണം 2 പേരും ഓഫീസിലൊക്കെ പോയി. നമുക്ക് ഇന്നലെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല, യുനോ. അത് മാത്രമല്ല, വെറുതെ കുറേ നാളെ നമ്മൾ 2 പേരും കൂടി ഒരു ലഞ്ചിനൊക്കെ പോയിട്ട് ഒരു പ്രോപ്പർ ലഞ്ചിന്. അപ്പോൾ അതും ഇന്ന് പ്ലാൻ ചെയ്ത് എന്തായാലും പുറത്തേക്ക് ഇറങ്ങുകയാണല്ലോ, അപ്പോൾ ഒരു ലഞ്ചും കൂടി കഴിച്ചിട്ട് വരാമെന്ന് നോക്കിയിട്ട്. പക്ഷെ ലഞ്ചിൻ്റെ ഒക്കെ സമയം കഴിഞ്ഞു കേട്ടോ. നമ്മളതൊരു ലിൻഡറാവും ലഞ്ച് ഉണ്ടെന്നോ എന്നും പറഞ്ഞിട്ട് നമ്മളിതേ അങ്ങനെയാണ് രണ്ടാമത്. പിന്നെ അത് കഴിഞ്ഞിട്ടും വേറെ കുറച്ച് പരിപാടികളുണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ക്ലിനിക്കിലേക്ക് പോകാം. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ എൻ്റെ LHR ജേർണിയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5-6 ഇയേഴ്സ് ബാക്ക് ഞാൻ ലേസർ ഹെയർ റിഡക്ഷൻ ഫേഷ്യൽ ഹെയറിന് എടുത്തിരുന്നു. പിന്നെ ഒരു 5-6 കൊല്ലത്തിനിടയിൽ ഞാൻ ഈ പരിസരത്തേക്ക് വന്നിട്ടില്ല മെയിൻ്റനൻസ് സെഷൻ എടുക്കാനൊന്നും. അപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് കാരണം PCOS ഒക്കെ കാരണം ഇത് വീണ്ടും റിയോക്കർ ചെയ്തു. കോസ്മോഡേർമ എന്നുള്ള ക്ലിനിക്കിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് ഞാൻ എൻ്റെ മുന്നത്തെ LHR സെഷൻസും എടുത്തത്. നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഡോക്ടറിനെ ഒന്നുകൂടി കണ്ടിട്ട് ഇനി മെയിൻ്റനൻസ് സെഷൻസ് എടുത്താൽ മതിയോ അല്ലെങ്കിൽ തുടക്കം തൊട്ടെല്ലാം ഓരോ പ്രൊസീജിയർ ഒന്നുകൂടി ചെയ്യണമെന്ന് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രോസസ്സ് ആയിട്ടുള്ള ഒരു ക്ലയൻറ്റ് ഇൻഫർമേഷൻ ക്വസ്റ്റ്യനർ, മെഡിക്കൽ ക്വസ്റ്റ്യനർ ഒക്കെ ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാൻ അതൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വൈഷ്ണവനും കാണിക്കണമായിരുന്നു ഡെർമറ്റോളജിസ്റ്റിനെ. ഈ ഹെയർ ലൈൻ റിസീഡ് ചെയ്യണതിനെ കുറിച്ച് കാണിക്കണം എന്ന് ഓർത്തിട്ടാണ് പുള്ളിയും വന്നത്. അതിനിടയിൽ ഐഷുവും വിഷ്ണുവും നാട്ടിലേക്ക് വരണതിൻ്റെ ടിക്കറ്റ്സിൻ്റെ കാര്യമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവർ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഡോക്ടറിനെ കാണാനായിട്ടോ. അപ്പോൾ കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്തിട്ടു ഡെർമറ്റോളജിസ്റ്റ്. വൈഷ്ണവിന് GFC, എനിക്ക് ഫുൾ ബോഡി ലേസർ ഹെയർ റിഡക്ഷനും. അപ്പോൾ പ്രൈസിങ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ റൂമിൽ ഇരിക്കുകയാണ്. നമ്മൾ 2 പേരും സെയിൽസിലായതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ പോയാലും ഈ പിച്ച് ചെയ്യാനുള്ളൊരു ത്വര കൂടുതലാണ്. അങ്ങനെ ഞങ്ങൾ പിച്ച് ചെയ്ത് പ്രൈസ് ഇത്തിരി റെഡ്യൂസ് ചെയ്യുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം 2 പേരുടെയും ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യം നല്ല വിലയാവുന്നുണ്ട്. ഇത്രയും എഴുത്തുകുത്തുകൾക്ക് ശേഷം പുള്ളി ഒരു തരത്തിലും വിടണില്ല നമ്മളെ. നമ്മൾ വിടണില്ല, അതാണ് ഇപ്പോൾ തൽക്കാലം ഇവിടെ എത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ 2 പേരുടെയും കൂടി ട്രീറ്റ്മെൻറ്റിന് 80,000 ആയിരുന്നു അവർ കോട്ട് ചെയ്തത്. പിന്നെ വാലന്റൈൻസ് ഡേ എന്തോ സ്പെഷ്യൽ ഓഫറൊക്കെ ഉള്ളത് കൊണ്ട് 1000 rupees ഡിസ്കൗണ്ടും കിട്ടി. 2 കോസ്മോ ഗ്ലോ ഫേഷ്യലും കൂടി അവർ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ലൊരു സമയം അവിടെ ഇരുന്ന് പുള്ളിയോട് സംസാരിച്ചതിന് ശേഷം നമ്മൾ ആ പാക്കേജ് എടുത്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഒരു നീണ്ട വർത്തമാനങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫൈനലി നമ്മളുടെ LHR പാക്കേജ് എടുത്തു ഗൈസ്. വൈഷുവിന് ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. സോ അതും എടുത്തു. ഒരു കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ് പുള്ളിക്ക് തോന്നി. എന്നാൽ പിന്നെ ഞാനും എടുത്തേക്ക്. ഞാൻ എന്തിനാ വെറുതെ നിൽക്കണമെന്ന് പറഞ്ഞാൽ പുള്ളി എടുത്തു.
അങ്ങനെ ഞങ്ങൾക്ക് രണ്ടും കൂടി നല്ലൊരു പ്രൈസിന് നല്ലൊരു പ്രൈസാണ് ഞങ്ങൾക്ക് തോന്നി, അത് കിട്ടി. അപ്പോൾ ഞങ്ങൾ അതങ്ങോട്ട് എടുത്തു. ഇനിയിപ്പോൾ എൻ്റെ ഫുൾ ഗ്രോത്ത് എത്തിയിട്ടില്ല. ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഫുൾ ഗ്രോത്ത് എത്തട്ടെ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ഇറങ്ങുവാണ്. കുറച്ച് പൈസ പോയതിൻ്റെ സന്തോഷം കിട്ടും എൻ്റെ മുഖത്ത്. ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് വരച്ചപ്പോൾ, പക്ഷെ അതങ്ങൾ ചെയ്യേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെ വരച്ചു. അപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ എല്ലാ ലേസർ ഹെയർ ജേർണിയൊക്കെ ഞാൻ ഡോക്യുമെന്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വൈഷുവേ വാലേ കൊടുത്തിരുന്നു, ആളെ കാണണല്ലേ. ഞാൻ എന്തായിരുന്നു വന്നപ്പോൾ പറഞ്ഞത്, കീ കാണുന്നില്ലല്ലോ. കീ ഇല്ലാണ്ട് നീ കാർ ഇങ്ങനെ തലയിൽ വെച്ചോണ്ട് കൊണ്ടുപോകും. സോ എനിവേസ് കേട്ടോ പുള്ളി വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ലഞ്ച് കഴിക്കാൻ പോവാം. സോ ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ലഞ്ച് കഴിക്കും. അപ്പോൾ അതിന് പോവാം. അതിൻ്റെ കൂടെ എൻ്റെ PCOSൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ട്രീറ്റ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഹോമിയോ എടുക്കുന്നത്, അതും ചെയ്യണുണ്ട് ഞാൻ. സോ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും LHRന് നല്ല റിസൾട്ട് ഉണ്ടാവുമെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. സോ എനിവേസ് നമുക്ക് അൺലിമിറ്റഡ് വാലിഡിറ്റി ഇല്ല ഈ ഒരു പാക്കേജിന്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്നതാണ് സെഷൻ. സോ അതുകൊണ്ട് ഞാൻ ഒരു 4-5 കൊല്ലം കൊണ്ട് തീർക്കാനാണ് പ്ലാൻ. കാരണം ഞാൻ ഫസ്റ്റ് ടൈം കാരണം കുഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് 3 ഇയേഴ്സിലാണ്. അതല്ല ഞാൻ പറഞ്ഞത്, വീട്ടിനടുത്താണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം LHR ഫേസിന് അണ്ടർആംസിന് ഞാൻ 3 കൊല്ലം കൊണ്ടാണ് അത് തീർത്തത്. 17 തുടങ്ങി 20 വരെ. 20ലാണ് ഞാൻ ലാസ്റ്റ് സെഷൻ എടുത്തത്. സോ ഐ തിങ്ക് ഇത് 9 സെഷൻസിന്റെ ആണ് പാക്കേജ്. നിനക്ക് ഇഷ്ടമുള്ളടുത്ത് പോയിക്കോ. ഓഫ് കോഴ്സ്. അപ്പോ ഇത് 9 സെഷൻസ് ആണ്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 3 to 4 ഇയേഴ്സ് വയലന്റ് ആവും. അങ്ങനെ നമ്മളിനി നെക്സ്റ്റ് ലഞ്ചിന് പോകുന്നത് ഇവിടുന്ന് 7 മിനിറ്റേ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ. നല്ല വിശക്കുന്നുണ്ട്, കാരണം ലഞ്ച് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിന് പോയിട്ട് വരാം. ലഞ്ച് കഴിക്കാൻ പോണയ്ക്ക് മുന്നേ നമ്മൾ മഹീന്ദ്രയുടെ ഒരു ഷോറൂം പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഇപ്പോൾ അവരുടെ പുതിയ വണ്ടികൾ ഇറങ്ങിയിട്ടില്ലേ, മറ്റേ എന്താണ് പറഞ്ഞു 6E-യും 9E-യും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് BE 6E ആൻഡ് എന്തോ 9E. സോ അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് എടുക്കണം നമുക്കുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട്. അത് ഇറങ്ങുമ്പോൾ തൊട്ട് ഭയങ്കര ഫീച്ചേഴ്സ്, എന്തൊരു അടിപൊളി ഫീച്ചേഴ്സാണ് അതിൽ പറയണത്. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് എടുക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ ലഞ്ച് പ്ലേസിലേക്ക് പോകുന്ന സ്ഥലത്താണ് ഈ ഒരു ഷോറൂം വരണേ. അപ്പോൾ നമ്മൾ ഓർത്തു ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണോ നോക്കിയിട്ട് അതും കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമല്ലോ, കാരണം ഈ സൈഡിലേക്ക് അങ്ങനെ വരാൻ വഴിയില്ല. അപ്പം നമ്മൾ ഓർത്തു ഇത്രയും ഹൈപ്പുള്ള കാരണം പുറത്തുനിന്ന് അടിപൊളി ലുക്ക് അല്ലേ, കിട്ടുന്ന വണ്ടി. അപ്പം ഇങ്ങോട്ട് ഇപ്പൊ വന്ന കാരണം നമ്മൾ ഓർത്തുന്നപ്പോൾ അതും കൂടി ചെയ്തിട്ട് പോയാൽ അതും ദാറ്റ് ഇസ് 1 തിങ് ഓഫ് ദ ലിസ്റ്റ്. സോ അതിന് വന്നിരിക്കുകയാണ്. നമ്മളെ മാടി വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അയാളോട് മാടി പോവാൻ പറയണം. മാട്ടി വിളിക്കുന്നു. ഓഫ് ദേ കിടക്കണം. കിറ്റല് ഇതാണല്ലോ B6. മറ്റേതെവിടെ? മറ്റേതാണ് നമുക്ക് ട്രൈ ചെയ്യേണ്ടത്. അതാണ് വണ്ടി കണ്ടപ്പോഴത്തേക്ക് ആള് നേരെ ഹാപ്പിയാണ്. നമുക്ക് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം ഗൈസ്. ലെറ്റ്സ് ഗോ. ടെസ്റ്റ് ഡ്രൈവിന് സംഭവം ഉണ്ടോ ആവോ? വൈഷ്ണവ് അത്യാവശ്യം വണ്ടിപ്രാന്തൊക്കെ ഉണ്ട് കേട്ടോ. പുതിയ വണ്ടികളെ കുറിച്ച് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് നാളായി വിചാരിക്കണു ഈ ഒരു വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് വേണേൽ വീട്ടിലേക്ക് കൊണ്ടുവരും അവർ. പക്ഷെ അതിന് വെയിറ്റ് ചെയ്യാണ്ട് നമ്മൾ ഓർത്തു എന്തായാലും ഇത്രയിടം വരെ വന്നതല്ലേ, അപ്പോൾ ഇവിടെയും കൂടി കയറിയേക്കാന്ന്. ഇത് 9E
ടോയ് കാർ അല്ല, ബട്ട് സിഗ്നിഫിക്കന്റ് സൈസ് ഡിഫറൻസ്. നമ്മളിങ്ങനെ പറയുമായിരുന്നു കാർ ഇനി അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കും അത് എന്തായാലും ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കണം. അപ്പം ഇതൊരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ ഇലക്ട്രിക് വെഹിക്കിൾ നോക്കുന്നവർക്ക്. അപ്പം ഞങ്ങളുടെ കാർ ഓൾറെഡി 5 കൊല്ലമായി, അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് തുടങ്ങിയതാണ്. ഞങ്ങളുടെ സ്വന്തം സഹചാരിയായിട്ട് അവൻ ഞങ്ങളുടെ കൂടി കാർ 5 കൊല്ലമായി എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ, ദൈവമേ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായില്ലോ എന്ന്. ഞങ്ങളുടെ കല്യാണത്തിന്റെ തലേന്നാണ് കാർ വീട്ടിലേക്ക് എടുത്തിട്ട് വരണേ. ഞങ്ങൾക്ക് തന്നെ കൊടുത്തൊരു വെഡിങ് ഗിഫ്റ്റ് ആയിട്ട്. അല്ലേ, തല ഭയങ്കര ടോൾ ആയിട്ടുള്ള വെച്ചാൽ അത്യാവശ്യം ഞങ്ങളെക്കാട്ടും പൊക്കമുള്ള ആൾക്കാർക്ക് ഭയങ്കര അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതുണ്ടോ, കേറുമ്പോഴും ഇത്തിരി ബുദ്ധിമുട്ടാവുന്നുണ്ട്, തലമുട്ടുന്നുണ്ട്. സോ ഐ തിങ്ക് ഇത് ഞങ്ങളിപ്പോൾ ആദ്യം ട്രൈ ചെയ്തത് BE60 ആണ് കേട്ടോ. അതിനെക്കുറിച്ചാണ് ഈ അഭിപ്രായം പറഞ്ഞത്. സംഭവം പൊളിയാണ്. വൈഷുവിന് നയനി പറയണ വെച്ച് കഴിഞ്ഞാൽ അവിടെയും കൂടി ഒരു സ്ക്രീൻ ഉണ്ടാവും, പിന്നെ നമുക്കങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ കണ്ടുകൊണ്ടൊക്കെ പോവാന്ന്. അതൊക്കെയാണ് ആശാൻ പറയണത്. നോക്കി നടക്കുകയാണ്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ ഇതെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുള്ളാനുണ്ട്. നമ്മൾ കാർ മാറ്റുന്നുണ്ടെങ്കിൽ വൈഷു പറഞ്ഞ ഓപ്ഷൻ 9 ആണ് കേട്ടോ. കാരണം അതാണ് ഇച്ചിരി ലക്ഷറി സെഗ്മെന്റിൽ വരുന്ന വണ്ടിയും പിന്നെ കാണാനും ഇച്ചിരി വലുത് അതാണ് കേട്ടോ. കുറേ പേര് വന്നിട്ട് ഇതേ ഇപ്പോൾ ഇതെടുക്കുന്നുണ്ട് കേട്ടോ, ടെസ്റ്റ് ഡ്രൈവിനൊക്കെ നോക്കുന്നുണ്ട്. നിറയെ ആൾക്കാരാണ് ഇവിടെ ഷോറൂമിൽ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ചിന് പോകാം. ഞാനാണെങ്കിൽ കുറച്ച് ഇതിനകത്ത് കയറി ഇരിക്കുകയാണ് കേട്ടോ, അത്രയും വയ്യ. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ലഞ്ചിന് പോവാം. എന്നെ ഒന്നും വേണ്ട ആവശ്യമാണ്, ഇതേ പോയി അങ്ങോട്ട് മൈൻഡാക്കണം കൂടി ഇല്ലേ എന്നെ. ഈ പുള്ളിയായിരുന്നു കേട്ടോ നമുക്ക് കാറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാനും പിന്നെ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ നിന്നത്. ഇവിടെ വൈഷു എനിക്ക് പറഞ്ഞു തരുമായിരുന്നു നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾ മേടിക്കുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ ടാക്സ് സേവ് ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് കേട്ടോ. ഓ And in case of a scenario where the car topples and all, it's a risk, no? No, that again it comes to a structure, no? How roof will be very thin layer of a thing will be. See, even that car, every car comes with a. ഇവിടെ ഞങ്ങൾ അസിസ്റ്റ് ചെയ്ത പുള്ളി അടിപൊളിയായിരുന്നു കേട്ടോ. പുള്ളി എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമായിരുന്നു, പക്ഷെ വണ്ടികളൊന്നും അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് പുള്ളി പറഞ്ഞു നമ്മളുടെ വീട്ടിലേക്ക് അയക്കാൻ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ദിവസം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോൺടാക്റ്റ് ഒക്കെ മേടിച്ചു. അങ്ങനെ വീട്ടിലേക്ക് അയക്കാമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, നമുക്ക് നേരെ ലഞ്ചിന് പോവാം. ലഞ്ച് എന്ന് പറഞ്ഞു വന്ന് 5:30 ആയിട്ടുണ്ട് സമയം. ഓൾമോസ്റ്റ് ഡിന്നർ ആവുമെന്ന് തോന്നുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് എത്തുമ്പോഴത്തേക്കും. എന്തായാലും നമുക്ക് പോവാം. നല്ല വിശപ്പുണ്ട്, നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണം. എത്ര ആൾക്കാരാ ഇതൊക്കെ ഇവരുടെ മാർക്കറ്റിംഗ് ഗിമിക്കാണ്. ഒരു കുറച്ച് പേരെ കൊണ്ടുവന്ന് ഇരുത്തുന്നതാണോ? കോസ്മോഡോമിന്റെ കാര്യം ഞാൻ ചോദിച്ചത്. എനിവേ നമ്മളിവിടെ എത്തി. മൈക്കോസ് ആണ് ഇവിടെയാണ് ഞാൻ കയറേണ്ടത്. സോ അതാ അയാളാ കുറച്ച് കൊടുക്കാൻ പറ്റുമോ? ഇത് അത്യാവശ്യം പുതിയൊരു പബ്ബാണ് കേട്ടോ, നമ്മളുടെ വീടിന് അടുത്ത് തന്നെയാണിത്. പിന്നെ ബാംഗ്ലൂർ പബ്സിന് ഒരു പഞ്ഞമില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പൊന്തി വരുന്ന കാണാം. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്യാൻ ഇഷ്ടമാണ് പുതിയ പുതിയ സ്ഥലങ്ങൾ. ഇതൊരു ഗ്രീക്ക് തീമിലുള്ള ഒരു പബ്ബാണ് കേട്ടോ, നല്ല ഭംഗിയാണ് ഉള്ളിൽ കാണാൻ. ഞാൻ പിക്ചേഴ്സിലൊക്കെ നോക്കിയപ്പോൾ കണ്ടു. അങ്ങനെ പിക്ചേഴ്സിലൊക്കെ കണ്ട പോലെ തന്നെയായിരുന്നു കേട്ടോ ഉള്ളിൽ. നല്ല ആംബിയൻസ് ആയിരുന്നു, നല്ല ഭംഗിയായിട്ട് അവർ ഈ പ്ലേസ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ വാലന്റൈൻസ് ഡേൻ്റെ അടുത്താണ് ഞങ്ങൾ പോയത്, എനിക്ക് തോന്നുന്നു 15th ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ലവ് ഹാർട്ട് സിമ്പിളൊക്കെ വെച്ചിരുന്നു, ഫുള്ള് റോസസ് ഒക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട്. ഇവിടെ വിഷൊക്കെ മേക്ക് ചെയ്യാം കേട്ടോ. ഐ ലവ് ദിസ് ഐഡിയ. കൊള്ളാം. അത്യാവശ്യം നല്ല വൈബ് മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഇരിക്കാൻ. ഞങ്ങൾ ഔട്ട്ഡോർ സീറ്റിംഗ് ആണ് ചൂസ് ചെയ്തത്. ഇവർക്ക് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ മെനു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രിങ്ക്സിന് നല്ല ഭംഗിയുള്ള പിങ്ക് കളർ ഡ്രിങ്ക്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. ഡ്രിങ്ക്സ് അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം ഫുഡ് ഓർഡർ ചെയ്യാം കേട്ടോ. നല്ലോണം വിശക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ഫുഡ് മെനു എന്തായാലും ആദ്യം നോക്കാം എന്തൊക്കെയുണ്ട് ഓപ്ഷൻസ്. ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ
അല്ല, എല്ലാത്തിൻ്റെയും കാര്യത്തിൽ ഇച്ചിരി എക്സ്പെരിമെൻ്റൽ ആയിട്ടൊരാളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പുതിയ ക്വിസീൻസ് ട്രൈ ചെയ്യുക, പുതിയ ഫുഡ് ട്രൈ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് പറയാറുണ്ട്. ചില സമയത്ത് അത് വർക്ക് ആവും, ചില സമയത്ത് നല്ല അസലായിട്ട് പാളാറുമുണ്ട്. അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു മെനു പഠിത്തത്തിന് ശേഷം നമ്മൾ കുറച്ച് ഡിഷസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫുഡിനെ കൊണ്ട് എത്ര എക്സ്പെരിമെൻ്റലാണോ അതിൻ്റെ എക്സ്ട്രീം ഓപ്പോസിറ്റാണ് വൈഷു. വൈഷു എപ്പോഴും വൈഷുവിന് പരിചയമുള്ള കൊള്ളാമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഓർഡർ ചെയ്യാറുള്ളൂ. പുള്ളിയുടെ എവിടെ ചെന്ന് കഴിഞ്ഞാലും എനിക്കറിയാം ഒരു ചിക്കൻ മലായി കബാബ് ഉണ്ടാവും. പിന്നെ പറയുന്ന ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ ഗാർലിക് പ്രോൺസ് ആണ്. ഇപ്രാവശ്യം ബട്ടർ ഗാർലിക് പ്രോൺസ് ഞാൻ ഇടപെട്ടിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് പകരം നമ്മൾ പോർക്ക് റിബ്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരു വെറൈറ്റി പ്രിപ്പറേഷനിലുള്ള. അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ സൂഷി പറഞ്ഞിട്ടുണ്ട്, കാരണം സൂഷി കിട്ടിയില്ലെങ്കിൽ അടിയാവുന്ന വൈഷുവിന് അറിയാം. അതുകൊണ്ട് ഞാൻ ഇന്ന് വളരെ സൂഷി മൂഡിലായതുകൊണ്ട് സൂഷിയും പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് ചിരിച്ച് കളിച്ച് ഫുഡിന് വെയിറ്റ് ചെയ്യാം. വിശന്ന് വീഡിയോ എടുക്കട്ടെ കുഞ്ഞു, ഒരു മിനിറ്റ്. രാവിലെ ഒരു ഫുൾ നെയ്യ് റോസ്റ്റ്, ഒരു ഫുൾ ദഹി വട, പിന്നെ പകുതി കണ്ടിട്ട് കൂടിയില്ല പൊന്നു. നിന്റെ പ്ലേറ്റിൽ എന്താ ഞാൻ കണ്ടിട്ട് കൂടില്ല, വെറുതെ തന്നെ ഓരോന്ന് കുറ്റം പറയാം. എനിക്കാരും വിളമ്പി തരുമോ അപ്പോ? അണ്ണാക്ക് പൊള്ളും മനുഷ്യ. താങ്ക് യു. നമ്മൾ ചെറുതായിട്ട് ലൊക്കേഷൻ ഒന്ന് മാറിയായിരുന്നു കേട്ടോ. പുറത്ത് സ്മോക്കിംഗ് സോണാണ്. അപ്പം നമ്മൾ ഉള്ളിലേക്ക് പോന്നു. വൈഷോനും കൂടി കഴിക്കേണ്ടത് കൊണ്ട് നമ്മൾ ടെമ്പൂര പ്രോൺസ് സൂഷിയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ഈ സഷീമി വെച്ചിട്ടുള്ള സൂഷിയൊക്കെ ഉണ്ടാവില്ലേ, റോ ഫിഷ് വെച്ചിട്ടുള്ളത്, അതും എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. അങ്ങനെ സൂഷിയൊക്കെ ഇത് ഇവിടെ അകത്താക്കി ബാക്കി പ്ലേറ്റുകളൊക്കെ കാലിയാക്കി നമുക്ക് ഇവിടുന്ന് മെല്ലെ ഇറങ്ങാം കേട്ടോ. അങ്ങനെ സൂഷി അകത്താക്കി നമ്മൾ ഈ പരിപാടി അവസാനിപ്പിച്ചിരിക്കുക. നല്ല വയറ് ഫുള്ളായി എൻ്റെ. എന്റെയോ അങ്ങനെ ലഞ്ചും ഡിന്നറോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിളിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇനി നേരെ വീട്ടിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. നമ്മളങ്ങനെ കുറച്ച് നേരം മുന്നേ തിരിച്ച് വീട്ടിലെത്തി. എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയിരുന്നു കേട്ടോ, കാരണം ഇന്ന് നല്ലോണം പണിയെടുപ്പിച്ചിട്ടുണ്ട് ഫോണിനെയും കൊണ്ട്. അങ്ങനെ നമ്മളിത് തിരിച്ച് വീട്ടിലെത്തി. ഒരു പെരുമ്പാമ്പ് വിഴുങ്ങിയ അവസ്ഥയാണ്, പെരുമ്പാമ്പ് ഇര വിഴുങ്ങിയ അവസ്ഥയിലാണ് നമ്മൾ. നല്ല ഫുഡ് കഴിച്ചിട്ട് ഇനി ഡിന്നറിനൊന്നും വേണ്ടാന്ന് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നടക്കാൻ പോകണം. അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷം. വേറെ ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. നമ്മളൊരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്, താനാര തന്നാര. ആ ഒരു മൂവി കണ്ട് നമ്മൾ ആ മൂവി കണ്ട് കുറച്ച് കഴിയുമ്പോൾ നടക്കാൻ പോയി അങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഒരു സാറ്റർഡേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. അയ്യോ ഒരു മിനിറ്റ്, പോണിക്ക് മുന്നേ ഈ ഒരു പ്രഹസനവും കൂടി കണ്ടോളൂ. വൈകിട്ട് പോയി കഴിച്ചത് ഭയങ്കര കൂടിപ്പോയി എന്ന് ഓർത്തിട്ട് ഗിൽറ്റ് വന്നിട്ട് ഒരാൾ ദേ രാത്രി കിടന്ന് എക്സസൈസ് ചെയ്യണ സീനാണ് കേട്ടോ. അപ്പോൾ ശരിക്കും അത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.